ബുൾഡോസർ വെച്ച് സ്വന്തം കുടിൽ പൊളിക്കുന്നത് കണ്ട് പ്രിയപ്പെട്ട പലതും ത്യജിച്ച് പുസ്തകങ്ങൾ മാത്രം വാരിയെടുത്ത് പുറത്തേക്ക് ഓടിയ ഒരു കൊച്ചു പെൺകുട്ടി. ആ 7 വയസ്സുകാരിയുടെ ഓട്ടം രാജ്യത്തിന്റെ ഹൃദയത്തിലേക്കായിരുന്നു. അനന്യ യാദവ് എന്ന UP-കാരി പെൺകുട്ടിയുടെ ഓട്ടം പരാമർശിച്ച് ബുൾഡോസർ രാജിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. സ്കൂൾ വിട്ടു വന്നപ്പോഴാണ് അവൾ അത് കാണുന്നത്. വലിയ ഒച്ച, കൂറ്റൻ ബുൾഡോസർ വെച്ച് വീടുകളും സ്വന്തം കുടിലുമെല്ലാം പൊളിക്കുന്നു. കുടിലിന് സമീപം തീയും പുകയും. വീട്ടുകാർ ഉദ്യോഗസ്ഥരോട് സങ്കടപ്പെടുന്നു. അമ്മ വളർത്തുമൃഗങ്ങളുടെ കെട്ടഴിക്കുന്നു. ഒന്നും നോക്കിയില്ല. പ്രിയപ്പെട്ട പലതും വേണ്ടെന്ന് വെച്ച് പുസ്തകങ്ങൾ മാത്രം കയ്യിലെടുത്ത് ആ 8 വയസ്സുകാരി പുറത്തേക്ക് ഓടി. UP-യിലെ അംബേദ്കർ നഗർ ജില്ലയിലെ ജലാൽപൂർ അരായ് പ്രദേശത്തെ ബുൾഡോസിങ്ങിൻ്റെ വീഡിയോയിൽ പുസ്തകമെടുത്തുള്ള 2ാം ക്ലാസ്സുകാരിയുടെ ഓട്ടം പതിഞ്ഞു. ബഹളത്തിനും പൊടിപടലങ്ങൾക്കുമിടയിലൂടെ അനന്യ യാദവ് ഓടിയ വീഡിയോ വൈറലായി. ആ ഓട്ടം രാജ്യത്തിൻ്റെ ഹൃദയത്തിലൂടെയായി മാറി. കഷ്ടപ്പാടെല്ലാം മാറാൻ IAS-കാരിയാകണം. പുസ്തകം നഷ്ടപ്പെട്ടാൽ മാർക്ക് കുറയും. അത് പേടിച്ചാണ് ബാഗുമെടുത്ത് ഓടിയത്, അവൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ വാക്കുകളും വീഡിയോയും സുപ്രീം കോടതിയുടെ നെഞ്ചിലടക്കം കൊണ്ടു. രണ്ടായിരത്തി 2021 അലഹബാദ് ബുൾഡോസർ രാജ് കേസിൽ വിധി പറയവേ മാർച്ച് 21 നടന്ന സംഭവം സുപ്രീം കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു. അനന്യയുടെ ഓട്ടം പരാമർശിച്ച് അതിരൂക്ഷ ഭാഷയിൽ UP സർക്കാരിനെ കോടതി വിമർശിച്ചു. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത നടപടി. അതാണ് അലഹബാദ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയ്തത്. പഠനം മുടങ്ങുമെന്ന ഭീതിയിൽ ഒരു കൊച്ചുകുട്ടി ബുക്കെടുത്ത് ഓടുന്നത് കണ്ട് വേദന തോന്നി. എന്തുതരം നീതി നടപ്പാക്കലാണിത്? ജസ്റ്റിസ് അഭയ് S. ഓക്ക, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് രോഷത്തോടെ ചോദിച്ചു. വീടൊരു കേവല നിർമ്മിതിയല്ല, ജീവിതങ്ങളും കുറേ സ്വപ്നങ്ങളുമുണ്ടതിൽ. നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ നടപടിയാണ് നിങ്ങൾ ചെയ്തത്. 2021 അലഹബാദ് ബുൾഡോസിംഗ് ഹർജിയിൽ 10 ലക്ഷം നഷ്ടപരിഹാരം 6 ആഴ്ചയ്ക്കുള്ളിൽ വീട്ടുടമകൾക്ക് നൽകാനും ഉത്തരവിട്ടു. കയ്യടി കിട്ടാൻ പൊളിക്കേണ്ടതല്ല വാസസ്ഥലം. ആർട്ടിക്കിൾ 21 പ്രകാരം ഭരണഘടനാ അവകാശമാണിത്. ജില്ലാ ഭരണകൂടത്തോട് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ഏതായാലും അനന്യയുടെ സ്വപ്നത്തിന് പുറകെയാണിപ്പോൾ സോഷ്യൽ മീഡിയ. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അടക്കം അനന്യയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തു. അതോടെ കൂടുതൽ വൈറൽ. രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും അവളെ കാണാനെത്തി. അനന്യയുടെ അച്ഛന് കൂലിപ്പണിയാണ്. 50 കൊല്ലമായി ഈ കുടിലിലാണ് ജീവിതം. ഒരു കുറ്റവും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഒന്നും കയ്യേറിയിട്ടുമില്ല. ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. 70 വയസ്സുള്ള മുത്തച്ഛൻ രാംമിലൻ യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിരുന്നുവെന്നും വീട്ടുകാർ പാലിച്ചില്ലെന്നുമാണ് ജലാൽപൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ വാദം. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. പൊളിക്കാനെത്തിയപ്പോൾ കുടുംബങ്ങൾ പ്രതിഷേധിച്ചു. കുടിലിന് തീ വെച്ചത് ആരെന്നറിയില്ല. തീ ഉയർന്നപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. അസിസ്റ്റന്റ് കളക്ടർ പവൻ ജയ്സ്വാൾ പറഞ്ഞു. ആ കുട്ടിയുടെ ഓട്ടം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രചരിക്കുന്നത് AI വീഡിയോ ആണോ എന്നും അറിയില്ല. അത് അന്വേഷിക്കാൻ റവന്യൂ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ജയ്സ്വാൾ പറഞ്ഞു. വ്യാജ വീഡിയോ ആണെന്ന് സംശയമുണ്ടെന്നും കേസെടുത്തെന്നുമെന്ന വിചിത്രവാദമാണ് ലോക്കൽ പോലീസ് നൽകുന്നത്.
നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.